നമസ്കാരം, KMCN ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വേതനമില്ലാത്ത തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലും സർക്കാർ ജീവനക്കാരുടെ വോട്ടവകാശത്തിലും ആലപ്പുഴയിൽ പ്രതിഷേധം. FSCTOയുടെയും ജോയിന്റ് കൌൺസിലിന്റെയും നേതൃത്വത്തിൽ ആലപ്പുഴയിൽ പ്രതിഷേധം. വേമ്പനാട്ട് കായൽ ഇനി മലിനീകരിച്ച ടൂറിസം സ്പോട്ട് ആവില്ല. ഹൗസ് ബോട്ടുകൾക്ക് തുറമുഖ വകുപ്പിന്റെ കടിഞ്ഞാൺ. ദേശീയപാതയിലെ അടിപ്പാത നിർമ്മാണം. തുറവൂർ പുത്തൻചന്തയിൽ സർവീസ് റോഡ് നിർമ്മാണം തടഞ്ഞ ജനകീയ സമരസമിതി. എടത്വയിൽ പൂക്കടയിൽ തീപിടുത്തം. അഗ്നിബാധയുണ്ടായത് ഷോപ്പിംഗ് കോംപ്ലക്സിനുള്ളിലെ പൂക്കടയിൽ. വാർത്തകൾ വിശദമായി. നിയമസഭാ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട ജീവനക്കാർക്ക് വോട്ടവകാശം അനുവദിക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് FSCTOയുടെയും ജോയിന്റ് കൌൺസിലിന്റെയും നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി. വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണവുമായി ബന്ധപ്പെട്ട BLOമാരുടെ വർദ്ധിപ്പിച്ച വേതനം അനുവദിക്കുക, പോളിംഗ് ഡ്യൂട്ടി ചെയ്ത BLOമാർക്ക് വേതനം നൽകുക, BLOമാർക്കെതിരായ പോലീസ് അതിക്രമങ്ങളിൽ നടപടിയെടുക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് FSCTO ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തിയത്. NGO യൂണിയൻ ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിൽ നിരവധി അധ്യാപകരും ജീവനക്കാരും പങ്കെടുത്തു. തുടർന്ന് കളക്ടറേറ്റിന് മുന്നിൽ നടന്ന പ്രതിഷേധ യോഗം KGOA സംസ്ഥാന വൈസ് പ്രസിഡന്റ് CK ഷിബു ഉദ്ഘാടനം ചെയ്തു. വിവിധ ജോലികൾ നിർവഹിച്ചിട്ടുണ്ട്. അത് കേവലം തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിൽ മാത്രമല്ല, തെരഞ്ഞെടുപ്പിന്റെ പ്രക്രിയ ആരംഭിക്കുന്ന മാസങ്ങൾക്ക് മുമ്പ് തന്നെ രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്ന നിരവധി ജീവനക്കാരുണ്ട്. ഈ ജീവനക്കാരോട് വൈരനിര്യാതന ബുദ്ധിയോടുകൂടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമീപിച്ചിട്ടുള്ളത്. അവർക്ക് ന്യായമായ വേതനം നൽകുന്നതിന് തയ്യാറായില്ല. അതിനേക്കാൾ ഉപരി അവരുടെ വോട്ടവകാശം വിനിയോഗിക്കുന്നതിനുള്ള അവസരം നൽകുവാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവസരം നൽകിയില്ല. ഇലക്ഷൻ പ്രക്രിയ പരിപൂർണമായും സുതാര്യമായും സത്യസന്ധമായും കേരളത്തിലും ഇന്ത്യയിൽ നടപ്പിലാക്കപ്പെടുന്നത്. എന്നാൽ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇലക്ഷൻ പ്രക്രിയ ഏറ്റവും സമാധാനപരമായും ഏറ്റവും സുതാര്യമായും നടപ്പിലാക്കുന്നതിന് സ്വന്തം കുടുംബത്തെയും സ്വന്തം സുഹൃത്തുക്കളെയും സ്വന്തം സുഖത്തെ ഉപേക്ഷിച്ച് രാപകലന്യെ പ്രവർത്തിക്കുന്ന ജീവനക്കാരെ കൊണ്ട് എങ്ങനെ വോട്ട് ചെയ്യിപ്പിക്കാതിരിക്കാമെന്നുള്ള പരീക്ഷണമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. FSCTO ജില്ലാ പ്രസിഡന്റ് TJ അജിത് അധ്യക്ഷത വഹിച്ചു. FSCTO ജില്ലാ സെക്രട്ടറി C സിലീഷ്, NGO യൂണിയൻ ജില്ലാ സെക്രട്ടറി ബൈജു പ്രസാദ്, VK രാജു തുടങ്ങിയവരും സംസാരിച്ചു. ജോയിന്റ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ പ്രതിഷേധം സംസ്ഥാന കമ്മിറ്റി അംഗം VS സൂരജാണ് ഉദ്ഘാടനം ചെയ്തത്. ജോയിന്റ് കൌൺസിൽ ജില്ലാ പ്രസിഡന്റ് C പ്രസാദ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ M അനിൽകുമാർ, ധന്യ പൊന്നപ്പൻ, ജില്ലാ സെക്രട്ടറി CN പ്രമോദ്, ജയചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കുറഞ്ഞ സമയമെന്ന് ഞാൻ ഉദ്ദേശിച്ചത്, ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നത് ഏതാണ്ട് തെരഞ്ഞെടുപ്പിന് കൃത്യം ഏകദേശം ഒരു മാസം മുമ്പാണ്. നമുക്കറിയാം, ഒരു ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അനവധിയായ ജോലികളാണ് ചെയ്തു തീർക്കാനുള്ളത്. ഒരു മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രവർത്തികളാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തു തീർക്കാനുള്ളത്. അത് ഈ ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ, ചുരുങ്ങിയ സമയപരിധിക്കുള്ളിൽ തന്നെ വളരെ കൃത്യമായും വളരെ ചിട്ടയായും നടത്തിയത് കേരളത്തിലെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും അതൊരു വെല്ലുവിളിയായി ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് അത്തരം കാര്യങ്ങൾ വളരെ കൃത്യമായി നടത്തിയിട്ടുള്ളത്. മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങളില്ലാത്ത ഹൗസ് ബോട്ടുകൾ സർവീസ് നടത്തരുതെന്ന ആലപ്പുഴ പോർട്ട് ഓഫീസിന്റെ ഉത്തരവ് സ്വാഗതാർഹമെന്ന് വേമ്പനാട്ട് കായൽ സംരക്ഷണ സമിതി. കേരള ഹൈക്കോടതിയുടെ 2026 ജനുവരി 20 ഇടക്കാല ഉത്തരവ് പ്രകാരം ഏപ്രിൽ 19 മുതൽ മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങളും സർട്ടിഫിക്കറ്റുമില്ലാത്ത ഹൗസ് ബോട്ടുകൾ വേമ്പനാട്ട് കായലിൽ സർവീസ് നടത്താൻ പാടില്ലെന്നാണ് ആലപ്പുഴ തുറമുഖ ഓഫീസിന്റെ സർക്കുലർ. ഈ ഉത്തരവ് സ്വാഗതാർഹമാണെന്ന് വേമ്പനാട് കായൽ സംരക്ഷണ സമിതി സെക്രട്ടറി KM പൂവ് പ്രതികരിച്ചു. വേമ്പനാട്ട് കായലിലെ ഹൗസ് ബോട്ടുകളിൽ നിന്ന് കായലിലേക്ക് ഒഴുക്കിവിടുന്ന മാലിന്യങ്ങളുടെ പ്രശ്നം ദശാബ്ദങ്ങളായി തുടങ്ങിയതാണ്. എല്ലാ വർഷവും ഗവൺമെൻറ് അല്ലെ ഡിപ്പാർട്ട്മെൻറ്റ് ഈ വിഷയത്തിൽ ഇടപെടുകയും നടപടിയെടുക്കുമെന്നും വാദം വരാതെ പറയാറുണ്ട്. ഇപ്പോൾ ഈ വിഷയത്തിൽ ഹൈക്കോടതി ഇടപെട്ടിരിക്കുകയാണ്. നല്ല കാര്യം എന്താ എനിക്ക് പറയാനുള്ളൂ. പക്ഷേങ്കിൽ ഇതുപോലും നടപ്പിലാക്കുമോ എന്നുള്ളതാണ് ഞങ്ങൾക്ക് സംശയം. അതായത് വേമ്പനാട്ട് കായലിൽ ശരിക്കും ഓടാനുള്ള കപ്പാസിറ്റി, ഈ ആലപ്പുഴയിൽ മാത്രം ഓടാനുള്ള കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു 700 എണ്ണമായിട്ട് ഗവൺമെൻറ് പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ 700 ഹൗസ് ബോട്ടുകളിലധികം ഇവിടെ പാടില്ല എന്നുള്ള നിയമമുണ്ട്. എന്നിരുന്നാൽ തന്നെ 1500 പരം ഹൗസ് ബോട്ടുകളാണ് ഇപ്പോൾ അവിടെ ആലപ്പുഴ മാത്രം ഓടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേങ്കിൽ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച്, കായൽ തീരവാസികളെ സംബന്ധിച്ച് ഈ ഹൗസ് ബോട്ടുകളിൽ നിന്നും മാലിന്യം ഒഴുക്കിവിടുന്നത്
അതായത് കക്കൂസ് മാലിന്യങ്ങളുണ്ട്, അതുപോലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുണ്ട്, അതുപോലെ ശിക്കാരകളിൽ നിന്ന് ഒഴുക്കിവിടുന്ന ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളുണ്ട്. ഇതെല്ലാം വേമ്പനാട്ട് കായലിലേക്ക് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വേമ്പനാട്ട് കായലിലെ മലിനീകരണം വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ ഈ കോളിഫോം ബാക്ടീരിയയുടെ അളവ് വർദ്ധിപ്പിക്കും. ഇത് തീരവാസികളുടെ, കായൽ തീരവാസികളുടെ, മത്സ്യത്തൊഴിലാളികളുടെ, കക്കാത്തൊഴിലാളികളുടെയൊക്കെ ആരോഗ്യത്തെ ബാധിക്കുന്ന വിഷയമാണ്. ഉത്തരവ് കർശനമായി പാലിക്കപ്പെട്ടാൽ കായലിലെ ജലമലിനീകരണം, മത്സ്യസമ്പത്തിനുള്ള ദോഷവും പരിഹരിക്കാൻ കഴിയുമെന്നാണ് സംരക്ഷണ സമിതിയുടെ പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു. വെള്ളിയാഴ്ചയാണ് ഇത് സംബന്ധിച്ചുള്ള തുറമുഖ വകുപ്പിന്റെ ഉത്തരവ് പുറത്തിറങ്ങിയത്. തുറവൂർ പുത്തൻചന്തയിൽ അടിപ്പാതയ്ക്കുള്ള സമരം ഘടിപ്പിച്ച് നാട്ടുകാർ. ദേശീയപാതയുടെ സർവീസ് റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ തടഞ്ഞുകൊണ്ടായിരുന്നു പ്രതിഷേധം. പുത്തൻചന്ത ജനകീയ സമിതിയുടെ നേതൃത്വത്തിലാണ് അടിപ്പാത നിർമ്മാണത്തിനായുള്ള സമരം നടക്കുന്നത്. അടിപ്പാത നിർമ്മാണം ആരംഭിക്കാത്ത പക്ഷം ഈ മേഖലയിലുള്ള സർവീസ് റോഡിന്റെ നിർമ്മാണം അനുവദിക്കില്ലെന്ന നിലപാടിലാണ് സമരസമിതി. സമരത്തിന് തുറവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുധർമിണി ബാബുരാജ് അടക്കമുള്ളവരാണ് നേതൃത്വം നൽകുന്നത്. 2 വർഷമായിട്ട് ഇതിനുവേണ്ടി ഇവിടെയുള്ള സാമൂഹ്യ പ്രവർത്തകരെല്ലാവരും അശ്രാന്ത പരിശ്രമം നടത്തുന്നതാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ ഏറ്റവും അത്യാവശ്യമായൊരു കാര്യമാണ് നമുക്കൊരു അടിപ്പാത വേണമെന്നുള്ളത്. കാരണം ഒട്ടനവധി സ്ഥാപനങ്ങളാണ് നമുക്ക് അപ്പുറമായിട്ട് സ്ഥിതി ചെയ്യുന്നത്. അവിടെ എല്ലാ ആളുകൾക്ക് വരികയും പോവുകയും ചെയ്യുന്നതിന് ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഈ അടിപ്പാത അത്യാവശ്യമാണ്. അതിന് ഏതറ്റം വരെയും പോകാൻ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ ഇവരുടെ ഒപ്പം ഞങ്ങളുണ്ടാകുമെന്ന് മാത്രം. പുത്തൻചന്തയിലെ അടിപ്പാത ആവശ്യപ്പെട്ടുകൊണ്ട് 1.5 വർഷമായി പുത്തൻചന്ത ജനകീയ സമിതി തുടങ്ങുന്ന സമരത്തിൻ്റെ ഭാഗമാണ് ഈ തടസ്സപ്പെടുത്തൽ. ഞങ്ങൾ 5 ഘട്ടമായിട്ടുള്ള സമരപരിപാടി കഴിഞ്ഞ് ഈ ഹൈവേയുടെ 2 സൈഡും വാർക്കലൊക്കെ തടസ്സപ്പെടുത്തിയിട്ടിരിക്കുകയാണ്. ഇവിടെ അണ്ടർപാസ് എന്ന് പണിയുന്നു അന്ന് വരെ ഈ സമരം ഉണ്ടാകും. ഞങ്ങൾ ഇന്നിപ്പോൾ അവർ ഈ സ്ലോപ്പ് പൊളിക്കാൻ വേണ്ടി മിഷനറി ആയിട്ട് വന്നിരിക്കുക ഇവിടെ. അതുകൊണ്ട് തടസ്സപ്പെടുത്താൻ വേണ്ടിയാണ് ഈ പരിസരത്തുള്ള വാസികൾ മാത്രമേ എത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് ഈ അടിപ്പാത എന്ന് പണി വരുന്നു അന്ന് വരെ ഈ സമരം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ഇവരെ ഒരു പണി ഞങ്ങൾ ചെയ്യിപ്പിക്കല്ലേ. ജനകീയ സമരസമിതി നേതാക്കളായ മുരളി, റെജിമോൻ, സുധീഷ്, രാജീവ്, സതീശൻ എന്നിവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. വരും ദിവസങ്ങളിലും സമരം തുടരാനാണ് സമിതിയുടെ തീരുമാനം. എടത്വായിൽ പൂക്കടയ്ക്ക് തീപിടിച്ചു. കട പൂർണ്ണമായും കത്തിനശിച്ചു. ഷോപ്പിംഗ് കോംപ്ലക്സിനുള്ളിൽ പ്രവർത്തിക്കുന്ന പൂക്കടയ്ക്കാണ് തീപിടിച്ചത്. എടത്വ ജംഗ്ഷനിൽ സെന്റ് ജോർജ് ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന തെക്കേടത്ത് ഫ്ലവർ ഷോപ്പിനാണ് തീപിടിച്ചത്. ശനിയാഴ്ച പുലർച്ചെ 4 മണിയോടുകൂടിയാണ് സംഭവം. കടയ്ക്കുള്ളിൽ നിന്ന് പുക പുറത്തേക്ക് വരുന്നത് എടത്വ പള്ളിയുടെ സെക്യൂരിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുകയും തുടർന്ന് ടൗൺ വാർഡ് മെമ്പറെ വിവരമറിയിക്കുകയും ചെയ്തു. വാർഡ് മെമ്പർ കട ഉടമയെയും ഫയർഫോഴ്സിനെയും പോലീസിനെയും വിവരമറിയിച്ചു. സ്ഥലത്തെത്തിയ ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് കടയുടെ ഷട്ടർ പകുതിയോളം ഉയർത്തിയ ശേഷമാണ് തീ നിയന്ത്രിക്കാൻ സാധിച്ചത്. ഏകദേശം 5 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായതായി കടയുടമ സാജു പറയുന്നു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പുതുതലമുറ മൊബൈൽ ഫോണിന്റെ ലോകത്തേക്ക് ഒതുങ്ങുമ്പോൾ കരുക്കൾ നീക്കി പുരസ്കാരങ്ങൾ വാരിക്കൂട്ടുന്ന തിരക്കിലാണ് വൈക്കം പോളശ്ശേരി ചെസ് ക്ലബിലെ കുട്ടികൾ. 3 വർഷത്തിനുള്ളിൽ വൈക്കം പോളശ്ശേരി ചെസ് ക്ലബ്ബ് വാരിക്കൂട്ടിയത് ദേശീയ സംസ്ഥാന തലത്തിലെ നിരവധി പുരസ്കാരങ്ങളാണ്. 3 വർഷങ്ങൾക്ക് മുമ്പാണ് പോളശ്ശേരിയിൽ ക്ലബിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. കുട്ടികളുടെ മാനസിക ഉല്ലാസത്തോടൊപ്പം അവരിൽ ചിന്താശേഷിയും ഏകാഗ്രതയും വളർത്തുകയും മൊബൈൽ ഫോൺ ഉപയോഗം കുറയ്ക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്ലബിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. പോളശ്ശേരി ക്ഷേത്ര ദേവസ്വം സൗജന്യമായി സൗകര്യങ്ങൾ നൽകിയതോടെ കൂടുതൽ കുട്ടികൾ പരിശീലനത്തിനായി എത്തിത്തുടങ്ങി. 7 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾ ചിട്ടയായ പരിശീലനത്തിലൂടെ നിരവധി പുരസ്കാരങ്ങളാണ് വാരിക്കൂട്ടിയത്. 3 വർഷമായി ഇവിടെ കുട്ടികൾക്ക് വേണ്ടി ചെസ് ക്ലബ്ബ് ആരംഭിച്ചിട്ട് 8 വയസ്സ് മുതലുള്ള കുട്ടികളാണ് പ്രതീക്ഷിക്കുന്നതെങ്കിലും ചിലരൊക്കെ മാതാപിതാക്കളെ 7 വയസ്സുള്ള കുട്ടികളെയും കൊണ്ടുവരുന്നുണ്ട്. എങ്കിലും അവരെയും നമ്മൾ ഇതിൽ അക്കോമഡേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പോൾ 40ഓളം കുട്ടികൾ ഇവിടെയുണ്ട്. കോട്ടയം ജില്ലയിൽ ആദ്യമായിട്ടാണ് ഒരു കുട്ടികൾക്ക് വേണ്ടിയുള്ള ഫ്രീ ചെസ് ക്ലബ്ബ് ആരംഭിച്ചിരിക്കുന്നത്. ഇവിടെ പഠിച്ച് പ്രാക്ടീസ് ചെയ്ത ഏകദേശം 5ഓളം കുട്ടികൾക്ക് ഇപ്പോൾ ഫിഡയുടെ റേറ്റിംഗ് വരെ കിട്ടിയിട്ടുണ്ട്. നാഷണൽ കളിക്കാനായിട്ട് പോകുന്ന കുട്ടികൾ, കളിച്ച കുട്ടികൾ വരെ ഇപ്പോൾ ഇവിടെ നിലവിൽ ഇവിടുന്ന് പ്രാക്ടീസ് ചെയ്ത് പോയിട്ടുണ്ട്.
അടുത്തു വരുന്ന പല ടൂർണമെൻറ്റുകളിലും കൂടുന്നുള്ള കുട്ടികൾ പോയി സമ്മാനങ്ങളൊക്കെ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ പ്രധാന കോച്ചെന്ന് പറയുന്നത് ശ്രീ രാധാകൃഷ്ണനാണ്. അദ്ദേഹം 50-60 വർഷമായി ചെസ്സുമായിട്ടാണ് സഞ്ചാരം. എൻ്റെ മോള് 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുകയാണ്. എസ് സ്കൂൾ ഇംഗ്ലീഷ് മീഡിയത്തിലെ വിദ്യാർത്ഥിയാണ്. അപ്പം അവളെ ചെസ്സിൽ പഠിപ്പിക്കണം എന്നുള്ള എനിക്ക് അതിയായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. വീട്ടിൽ അവളുടെ പപ്പയും ഗ്രാൻഡ് ഫാദേഴ്സൊക്കെ കളിക്കുന്നത് കണ്ടിട്ട് ഇതൊരു IQ ഡെവലപ്പിംഗ് ഗെയിം ആയതുകൊണ്ട് തന്നെ കുട്ടികളുടെ ഇന്നത്തെ സ്ക്രീൻ ടൈം മാക്സിമം കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് അവളെ പഠിപ്പിക്കാനായിട്ട് എനിക്ക് താല്പര്യത്തിലാണ് ഇവിടെ വന്ന് ജോയിൻ ചെയ്തത്. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ സർവ്വസാധാരണമായിട്ട് കാണാത്ത രീതിയിൽ വളരെ പ്രഗത്ഭരായിട്ടുള്ള 2 അധ്യാപകരുടെ നേതൃത്വത്തിൽ വളരെ നല്ല രീതിയിൽ കുട്ടികൾക്ക് അടിസ്ഥാനപരമായിട്ടുള്ള വ്യക്തിത്വം കൂടെ വികസിപ്പിക്കുന്ന രീതിയിൽ അടുക്കും ചിട്ടയായിട്ട് തന്നെ നല്ല പാറ്റേൺ ഇവിടെ ക്ലാസ്സുകൾ നടക്കുന്നതായിട്ട് അറിഞ്ഞിട്ടുണ്ട്. 9 വയസ്സുകാരൻ സാഗീത്, 13 വയസ്സുകാരൻ ശിവശങ്കർ, ജാൻവി, കുഞ്ഞുണ്ണി, ഉദയകൃഷ്ണ തുടങ്ങിയവരുടെ പ്രകടനം മികവുറ്റതാണ്. കോട്ടയം, എറണാകുളം ജില്ലകളിലെ സ്കൂളുകളിൽ ചെസ് പരിശീലനം നൽകിയിരുന്ന രാധാകൃഷ്ണനാണ് ക്ലബിലെ പ്രധാന കോച്ച്. ജില്ലയിൽ ആദ്യമായാണ് കുട്ടികൾക്ക് സൗജന്യമായി ചെസ്സിൽ മികച്ച പരിശീലനം നൽകുന്ന ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നത്. വൈക്കത്തിന് പുറമെ മറ്റ് ജില്ലകളിൽ നിന്നുള്ള കുട്ടികളും പരിശീലനത്തിനായി ഇവിടേക്ക് എത്തുന്നുണ്ട്. ചേർത്തലയിൽ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ടൗൺ യൂണിറ്റിന്റെ ID കാർഡ് വിതരണ സമ്മേളനം നടന്നു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ടൗൺ യൂണിറ്റിന്റെ ID കാർഡ് വിതരണ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം മേഖലാ പ്രസിഡന്റ് സുധീഷ് P നിർവഹിച്ചു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ചേർത്തല ടൗൺ യൂണിറ്റിന്റെ ID കാർഡ് വിതരണ ഉദ്ഘാടനമാണ് ഇന്നിവിടെ ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിന് വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ മെമ്പർമാരെയും ഞാൻ ആദ്യം തന്നെ സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. നമ്മുടെ സംഘടന രൂപീകൃതമായിട്ട് നമ്മൾ അടുത്ത സംസ്ഥാന സമ്മേളനം 41ാം വർഷത്തിലോട്ട് കടക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ എല്ലാം ഐഡന്റിറ്റി തന്നെയാണ് സംഘടനയുടെ ID കാർഡ്. അത് നമ്മുടെ കാലാവധി എന്ന് പറഞ്ഞാൽ മാർച്ച് മാസം തുടങ്ങി അടുത്ത മാർച്ച് 31 വരെയുള്ള കാലയളവാണ് നമ്മുടെ മെമ്പർഷിപ്പിനുള്ളത്. രാജീവ് ആപ്പിൾസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ബെയ്ലി ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് ID കാർഡ് വിതരണം നടന്നു. ജില്ലാ ഫോട്ടോ ക്ലബ് കോർഡിനേറ്റർ ബൈജു ക്ലാസിക്, മേഖലാ ഇൻഷുറൻസ് കോർഡിനേറ്റർ ഹരിദാസ് കൂറ്റുവേലി, ടൗൺ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ജോഫി പോൾ, യൂണിറ്റ് സെക്രട്ടറി വിനോദ് കെ തുടങ്ങിയവർ സംസാരിച്ചു. ഏനാദി ലിബറോ സ്പോർട്സ് അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ 4ാമത് പുരുഷ വനിതാ ദേശീയ വോളിബോൾ ടൂർണമെന്റിന് വൈക്കത്ത് തുടക്കമായി. ബ്രഹ്മമംഗലം HSS ആൻഡ് VHSS ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ആരംഭിച്ച ടൂർണമെന്റ് മുൻ ഇന്ത്യൻ ഇന്റർനാഷണൽ വോളിബോൾ താരങ്ങളായ PC ഗോപിദാസ്, B അനിൽ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. വിളിച്ചു, എടോ താൻ ഈ ആളെ കണ്ടോ, തൻ്റെ അത്ര ഹൈറ്റ് ഉണ്ട്, തൻ്റെ മാതിരിയാണ് ഇരിക്കുന്നത്, തനിക്കും വോളിബോൾ കളിച്ചൂടെ എന്ന് ചോദിച്ചപ്പോൾ മധു പറഞ്ഞത് ഞാൻ ക്രിക്കറ്റ് കളിക്കുന്നു. അപ്പോൾ ജോണി ചേട്ടൻ പറഞ്ഞു ക്രിക്കറ്റ് കളിക്കണ്ട, താൻ വോളിബോൾ കളിച്ചാൽ താൻ ഒരു ഇന്റർനാഷണൽ പ്ലെയർ ഉറപ്പാണ്. അതിനുശേഷമാണ് അത് വോളിബോളിലേക്ക് വരുന്നത്. ഞങ്ങൾ ഒന്നിച്ച് ഒരു 6 വർഷക്കാലം ഒരേ വീട്ടിൽ താമസിച്ച ആൾക്കാരാണ് ചെന്നൈയിൽ. കൂടാതെ 96 നാഷണൽ വിൻ ചെയ്യുന്ന ഇന്ത്യൻ റെയിൽവേയുടെ ക്യാപ്റ്റൻ ഞാനായിരുന്നു. 97-ൽ കേരള ചരിത്ര വിജയം നേടുന്ന ക്യാപ്റ്റൻ അനിൽ വി. എന്നിരുന്നാലും ബ്രഹ്മമംഗലത്തിൽ ഇങ്ങനെ ഒരു ടൂർണമെന്റ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് മോചേട്ടൻ എന്നെ വിളിക്കുമ്പോൾ അത് ഞാനൊന്ന് തുറച്ച് ഒരു ഉദ്ഘാടനത്തിന് പോകണ ഒരു മടി. അപ്പൊ എന്നോട് പറഞ്ഞ് ഗോപിച്ചേട്ടനുണ്ട്, കൂടാതെ മൊയ്തീനൊക്കെ ഉണ്ട്, അപ്പൊ നിങ്ങൾ 3 പേര് കൂടി വാ. അപ്പൊ അതിലുപരി എനിക്ക് ഈ നാട്ടിലേക്ക് വരാനുള്ള ഒരു സന്തോഷത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കളിയെ സ്നേഹിക്കുന്ന, പ്രത്യേകിച്ച് വോളിബോളിനെ സ്നേഹിക്കുന്ന, വോളിബോൾ കളിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ മുമ്പിലേക്കാണ് ഞാൻ വരുന്നത്. ചെമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KG സണ്ണി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വെച്ച മുൻ വോളിബോൾ താരങ്ങളെയും ലിബറോയിലൂടെ കേരള ടീമിലെത്തിയ കായിക താരങ്ങളെയും അനുമോദിച്ചു. ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ S ജയപ്രകാശ്, അസിസ്റ്റന്റ് കസ്റ്റംസ് കമ്മീഷണർ SA മധു, ബ്രഹ്മമംഗലം സ്കൂൾ മാനേജർ TR സുഗതൻ, ലിബറോ അക്കാദമി സ്ഥാപകൻ TC ഗോപി, കൺവീനർ KP പ്രിയേഷ് തുടങ്ങിയവർ സംസാരിച്ചു. വയലാർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതാവ് മധു വാവക്കാടിന്റെ 1ാം ചരമവാർഷിക ദിനം ആചരിച്ചു.
ആലപ്പുഴ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി, വയലാർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്ന കോൺഗ്രസ് നേതാവാണ് മധു വാവക്കാട്. അദ്ദേഹത്തിന്റെ 1-ാം ചരമവാർഷിക ദിനം വയലാർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമുചിതമായി ആചരിച്ചു. നാഗംകുളങ്ങരയിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് ഞാനിപ്പോൾ പറഞ്ഞു വന്ന അതേ കാര്യമാണ്. പ്രതിഫലേച്ഛയില്ലാതെ എന്തെങ്കിലും ആകണമെന്ന് കൃത്യമായ ലക്ഷ്യം ഇന്നതായേ പറ്റൂ എന്നുള്ളത് മാത്രം മുമ്പിൽ കണ്ടുകൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകനായിരുന്നില്ല, ഒരു നേതാവായിരുന്നില്ല. അദ്ദേഹം അവസാനം മരണസമയത്ത് അദ്ദേഹം DCCയുടെ ഭാരവാഹിയായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ പോലെ ശക്തമായി പ്രവർത്തിക്കുന്ന ഒരാൾ അതിലും മുകളിൽ എത്രയോ മുകളിൽ എത്തിച്ചേരേണ്ടതായിരിക്കാം. പക്ഷേ അദ്ദേഹം DCC ഭാരവാഹി വരെയാണ് യൂത്ത് കോൺഗ്രസിൽ ശക്തമായി പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അത് താഴെത്തട്ടുകളിലെല്ലാം ഗ്രാസ് റൂട്ട് ലെവലിൽ ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് വളർന്ന് പ്രവർത്തിച്ച് ശക്തമായി വന്ന ഒരു വ്യക്തിയാണ്. അവസാനമായി ശ്രീ മധുവും നമ്മളെ വേർപിരിഞ്ഞു. മധുവിൻ്റെ എല്ലാം വേർപാട് നമുക്ക് താങ്ങാനാവാത്തതാണെങ്കിൽ പോലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ജനാധിപത്യ മതേതര പ്രസ്ഥാനത്തിൻ്റെ ആ മഹത്വം ഉയർത്തിപ്പിടിക്കുവാൻ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് പ്രിയപ്പെട്ട സിന്ധു വാവക്കാട് നമ്മളോടൊപ്പമുണ്ട്. വയ്യെങ്കിലും എല്ലാ കാര്യങ്ങളിലും സജീവമായി നിന്നുകൊണ്ട്, ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട്, എല്ലാ കാര്യങ്ങളിലും നിന്നുകൊണ്ട് സജീവ സാന്നിധ്യമായി സിന്ധുവുണ്ട്. അദ്ദേഹത്തിൻ്റെ മക്കളുണ്ട്, ആയ കുടുംബാംഗങ്ങളുണ്ട്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് TS രഘുവരൻ അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് S ശരത്, ചേർത്തല മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി KR രാജേന്ദ്രപ്രസാദ്, DCC ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് VN അജയൻ, അഡ്വക്കേറ്റ് H സലാം, മധു വാവക്കാടിന്റെ ഭാര്യയും ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ സിന്ധു വാവക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. വനസ്വർഗം ശ്രീ പരബ്രഹ്മോദയ ക്ഷേത്രത്തിലെ എല്ലാ മാസവും ആദ്യത്തെ വെള്ളിയാഴ്ച നടക്കാറുള്ള മഹാഗണപതി ഹോമം ഭക്തിസാന്ദ്രമായി. രാവിലെ 9:30 ആരംഭിച്ച മഹാഗണപതി ഹോമം ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് സമാപിച്ചത്. ക്ഷേത്രത്തിൽ എല്ലാ മലയാള മാസവും ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് മഹാഗണപതി ഹോമം നടക്കുന്നത്. ക്ഷേത്രം തന്ത്രി ജയതുളസീധരൻ തന്ത്രിയുടെ നേതൃത്വത്തിൽ ക്ഷേത്രമേൽശാന്തി ലാരിഷ് ശാന്തികളുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് മഹായജ്ഞം നടന്നത്. ദേവസ്വം പ്രസിഡന്റ് ബിനീഷ് തളിയാടി, സെക്രട്ടറി പ്രതാപൻ വടക്കിനേഴത്ത തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഇതിനോടനുബന്ധിച്ച മഹാപ്രസാദമൂട്ടും നടന്നു. ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കായി നടത്തുന്ന മഹാഗണപതി ഹോമത്തിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. ചാരമംഗലം ഗവൺമെന്റ് DV ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗ്രാജുവേഷൻ സെറിമണിയും അഡ്മിഷൻ മേളയും നടന്നു. കുട്ടികൾ അവതരിപ്പിച്ച വർണ്ണാഭമായ കലാവിരുന്നോടെയാണ് പരിപാടികൾ ആരംഭിച്ചത്. സ്കൂളിലെ ഗ്രാജുവേഷൻ സെറിമണിയുടെയും അഡ്മിഷൻ മേളയുടെയും ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ S രാധാകൃഷ്ണൻ നിർവഹിച്ചു. അംഗനവാടിയിൽ പഠിക്കുന്ന കുട്ടികളും അതുപോലെ തന്നെ ബാലവേദിയിലടക്കം പഠിക്കുന്ന കുട്ടികളെ ഈ സ്വകാര്യ മാനേജ്മെൻറ്റ് സ്കൂളുകൾ അവരുടെ സ്കൂളുകളിലേക്ക് ഏത് തരത്തിൽ സ്വാധീനിച്ചുകൊണ്ട് കൊണ്ടുപോകുന്ന ഒരു സമീപനമുണ്ട്. ഡോക്ടർമാരും ഹെൽപ്പർമാരും തയ്യാറാകുന്നതും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിനകത്തൊരു നിർദ്ദേശം പറയാനുള്ളത്, നമ്മൾ ഓരോ വർഷവും നമ്മുടെ സ്കൂളിൻ്റെ അതിർത്തിയിലുള്ള അംഗനവാടികളിൽ ബാലവേദികളുണ്ടെങ്കിൽ അവിടെയെല്ലാമുള്ള കുട്ടികളെയെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട്, നമ്മുടെ സ്കൂളിലെ കുട്ടികളെയെല്ലാം പങ്കെടുപ്പിച്ച് അവരെയും കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ട് 1-2 ദിവസത്തെ പരിപാടി അവരുമായി ചേർന്ന് നമുക്ക് നടത്താൻ കഴിയും. അങ്ങനെ ഏതെങ്കിലും 1-2 ദിവസത്തെ കലാപരിപാടികളും കായിക പരിപാടികളും എല്ലാം അവരുമായിട്ട് ചേർന്ന് ആ കുട്ടികളുമായി ചേർന്ന് നമുക്ക് നടത്താൻ കഴിയും. ചെറിയ ചെറിയ പരിപാടികൾ നടത്താൻ കഴിയും. അപ്പം അങ്ങനെയെല്ലാം അവരെ നമ്മുടെ സർക്കാർ സ്കൂളിൻ്റെ മേന്മ അല്ലെങ്കിൽ അതിൻ്റെ മികവ് ഇതിനെക്കുറിച്ച് അവർക്ക് ബോധ്യമാകാൻ കഴിയണം.
ഒന്നാം ക്ലാസ് പഠന കാലയളവിലേക്ക് എത്തിയ കിൻഡർ വിഭാഗം കുട്ടികൾക്കാണ് സർട്ടിഫിക്കറ്റുകൾ നൽകിയത്. PTA പ്രസിഡന്റ് MD ഗിരിപ്രസാദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഒന്നാം ക്ലാസ്സിലേക്ക് പുതുതായി പ്രവേശനം നേടുന്ന കുട്ടികൾക്കുള്ള ഫോറങ്ങൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് M സന്തോഷ് കുമാർ ഏറ്റുവാങ്ങി. പ്രിൻസിപ്പൽ രശ്മി, ഹെഡ് മിസ്ട്രസ് മിനി, പഞ്ചായത്ത് അംഗങ്ങളായ G മുരളി, P അക്ബർ, എക്സിക്യൂട്ടീവ് അംഗം സിബി തുടങ്ങിയവർ സംസാരിച്ചു. തുറവൂർ മഹാക്ഷേത്രത്തിൽ വൈശാഖ മാസാചരണത്തിന്റെ ഭാഗമായുള്ള സമ്പൂർണ്ണ ശ്രീമദ് നാരായണീയ പാരായണത്തിന് തുടക്കമായി. വൈശാഖ മാസാചരണത്തിന്റെ ഭാഗമായാണ് പ്രസിദ്ധമായ തുറവൂർ മഹാക്ഷേത്രത്തിൽ സമ്പൂർണ്ണ നാരായണീയ പാരായണം നടക്കുന്നത്. നാരായണീയ പാരായണത്തിന്റെ സമാരംഭം കുറിച്ചുകൊണ്ടുള്ള ഭദ്രദീപ പ്രകാശനം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അമ്പിളി ദേവിയും ഉപദേശക സമിതി പ്രസിഡന്റ് രമാദേവിയും ചേർന്ന് നിർവഹിച്ചു. നമ്മുടെ ഈ വർഷത്തെ വൈശാഖ ഉത്സവം ഇന്ന് 18-ാം തീയതി ശ്രീമദ് നാരായണീയ പാരായണത്തോടുകൂടി ആരംഭിക്കുകയാണ്. അതിനുശേഷം ഭഗവാന്റെ ഉത്സവം ഏപ്രിൽ മാസം 30-ാം തീയതിയാണ് നരസിംഹ ജയന്തി ഉത്സവം. അതിനുശേഷം ഏപ്രിൽ 11 മുതൽ 17 വരെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം. അതിനുശേഷം മെയ് മാസം 29, 30, 31 തീയതികളിലായി സഹസ്രകലശവും ക്ഷേത്രത്തിൽ നടക്കുകയാണ്. ഇതിൻ്റെ എല്ലാ വിജയത്തിനും വേണ്ടി എല്ലാ നല്ലവരായ ഭക്തജനങ്ങളും പങ്കെടുത്ത് വിജയിപ്പിക്കണമെന്നാണ് ഉപദേശ സമിതി എന്ന നിലയ്ക്ക് പറയാനുള്ളത്. കഴിഞ്ഞ വർഷത്തെക്കാളും നല്ല രീതിയിൽ തന്നെ ഈ വർഷം എല്ലാ കാര്യങ്ങളും ഭംഗിയോടും ചിട്ടയോടും കൂടി നടത്തുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മൾ നാരായണീയ പാരായണം ആരംഭിച്ചിട്ടുള്ളത്. ഉപദേശക സമിതി പ്രസിഡന്റ് സന്തോഷ്, ഭക്തജനങ്ങൾ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ നരസിംഹ ജയന്തി ഉത്സവം ഏപ്രിൽ 30-നും നടക്കും. ചേർത്തല കൊക്കോതമംഗലം മഞ്ചാടിക്കരയിൽ ഗുരുകുല കുടുംബം ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് നടന്ന രുക്മിണീ സ്വയംവര ചടങ്ങുകൾ ഭക്തിസാന്ദ്രമായി. ക്ഷേത്രത്തിലെ 13ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ പുരോഗമിക്കുകയാണ്. യജ്ഞത്തിന്റെ ഭാഗമായി നടന്ന രുക്മിണീ സ്വയംവര ചടങ്ങുകൾ ഏറെ ശ്രദ്ധേയമായി. സ്വയംവര ഘോഷയാത്രയിൽ വാദ്യമേളങ്ങൾ അകമ്പടിയായി. ലക്ഷ്മീനാരായണ പൂജ, സ്വയംവരാർച്ചന, നിറദീപം തുടങ്ങിയ പ്രത്യേക പൂജകൾ ക്ഷേത്രത്തിൽ നടന്നു. തിങ്കളാഴ്ച നടക്കുന്ന സ്നാനത്തോടെ ചടങ്ങുകൾ സമാപിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടെ. വേതനമില്ലാത്ത തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലും സർക്കാർ ജീവനക്കാരുടെ വോട്ടവകാശത്തിലും ആലപ്പുഴയിൽ പ്രതിഷേധം. FSCTOയുടെയും ജോയിന്റ് കൗൺസിലിന്റെയും നേതൃത്വത്തിൽ ആലപ്പുഴയിൽ പ്രതിഷേധം. വേമ്പനാട്ട് കായൽ ഇനി മലിനീകരിച്ച ടൂറിസം സ്പോട്ട് ആവില്ല. ഹൗസ് ബോട്ടുകൾക്ക് തുറമുഖ വകുപ്പിന്റെ കടിഞ്ഞാൺ. ദേശീയപാതയിലെ അടിപ്പാത നിർമ്മാണം. തുറവൂർ പുത്തൻചന്തയിൽ സർവീസ് റോഡ് നിർമ്മാണം തടഞ്ഞ് ജനകീയ സമരസമിതി. എടത്വയിൽ പൂക്കടയിൽ തീപിടുത്തം. അഗ്നിബാധയുണ്ടായത് ഷോപ്പിംഗ് കോംപ്ലക്സിനുള്ളിലെ പൂക്കടയിൽ. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.